തെരഞ്ഞെടുപ്പ് ജോലികൾ നിയോഗിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തിന് പുതിയ മാനദണ്ഡം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മാനദണ്ഡം പുറത്തിറക്കിയത്. സ്വന്തം ജില്ലകളിൽ ജോലി ചെയ്യുന്നവരെയും ഒരേ സ്ഥലത്ത് 3 വർഷം ജോലി ചെയ്യുന്നവരെയും മറ്റിടങ്ങളിലേക്ക് സ്ഥലം മാറ്റണമെന്നാണ് പുതിയ നിർദ്ദേശം. MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, വിവരങ്ങൾ. തീർച്ചയായും രജനി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടികളിലേക്ക് കടക്കുകയാണ്. അടുത്ത വർഷം ജൂണിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. 5 വർഷം പൂർത്തിയാക്കിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ട്. അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് പ്രാഥമികമായി സർക്കാർ ജീവനക്കാരുടെ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിന് മാനദണ്ഡം പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. പ്രത്യേകിച്ചും സ്വന്തം നാട്ടിൽ, സ്വന്തം ജില്ലകളിൽ ജോലി ചെയ്യുന്നവരെ അവിടെ നിന്നും സ്ഥലം മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റണം. അതേപോലെ തന്നെ 3 വർഷത്തിലേറെയായി ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും ഈ തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി മാറ്റി നിയോഗിക്കണം. തെരഞ്ഞെടുപ്പിന് ശേഷം ഇവരെ തിരികെ അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ്, ഒരു ഉത്തരവാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് നൽകിയിട്ടുള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും, ഏതാനും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ചും 4 നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, അതേപോലെ തന്നെ സിക്കിം, ഒഡീഷ എന്നീ 4 സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ നിയമസഭകളിലേക്കും ഉള്ള തെരഞ്ഞെടുപ്പിന് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും സ്ഥലമാറ്റത്തിന് സമാനമായ മാനദണ്ഡമാണ് ഉള്ളത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ഉത്തരവിൻ്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രജനി. ശരി.